بسم الله الرحمن الرحيم. جاء رجل إلى ابن عباس رضي الله تعالى عنهما فقال إني خطبت امرأة فلم تقبل وخطبها غيري فقبلتها فقتلته. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യബ്ന അമ്മി റസൂലില്ലാഹ്, റസൂലിന്റെ പിതൃ സഹോദരപുത്ര, ഇന്നി ഖതബതു ഇംറഅത്തൻ, ഞാനൊരു പെണ്ണിനെ വിവാഹം ആലോചിച്ചു. എനിക്കൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനോട് ഞാൻ വിവാഹകൽപ്പന നടത്തി. പക്ഷെ ഫലം തഖബലഹു, അവളത് സ്വീകരിച്ചില്ല, അവൾ നിരസിച്ചു. അങ്ങനെ എനിക്ക് അവളെ വേറൊരാൾ വിവാഹം ആലോചിച്ചു. അപ്പോൾ അവളത് സ്വീകരിച്ചു. അപ്പൊ എനിക്കൊരു വിഷമമായി. എന്നെ പോലെ ശാരീരികമായും മറ്റും അയാളെക്കാൾ ഞാൻ യോഗ്യനാണ്, എനിക്കൊരു യോഗ്യത കുറവില്ല. എന്നിട്ടും എന്റെ വിവാഹാഭ്യർത്ഥന അവൾ സ്വീകരിച്ചില്ല, മറ്റൊരാളുടേത് സ്വീകരിക്കുകയും ചെയ്തു. ഇന്നും അങ്ങനെ ഉണ്ടാവില്ല. വിവാഹാഭ്യർത്ഥന നിരസിച്ചു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. അപ്പൊ ഞാൻ ആ പകയിൽ അവളെ കൊന്നു കളഞ്ഞു. എന്റെ വിവാഹാഭ്യർത്ഥന സ്വീകരിക്കാത്തത് ഞാൻ അവളെ കൊന്നു കളഞ്ഞു. എന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫഹല്ലി മിൻ തൗബ, എന്റെ സംശയം ഇതാണ്, എനിക്ക് തൗബയുണ്ടോ എന്നാണ് എനിക്കറിയാം. ഈ ചോദ്യമാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ സദസ്സിൽ വന്ന് ഒരാൾ ചോദിക്കുന്നത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു, യബ്ന അഖി, എന്റെ സഹോദരപുത്ര, ഉമ്മുക ഹയ്യ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഉമ്മ മരിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, എന്നാൽ ഫഅക്സിർ മിന തൗബത്തി വൽ ഇസ്തിഗ്ഫാർ, നിന്റെ ആ തെറ്റ് പൊറുപ്പിക്കാൻ നീ തൗബ കൂടുതൽ ചെയ്യുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സദസ്സ് വിട്ടു പോയി. പക്ഷെ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് ഒരു സംശയം, എന്താണ് അങ്ങനെ പറഞ്ഞത്? ഇവിടെ വന്ന മനുഷ്യൻ ചെയ്തിരിക്കുന്നത് കൊലപാതകമാണ്, വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് ആ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് ആദ്യം പറയുന്നത് തൗബ ചെയ്യാനല്ല, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉമ്മ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ നീ തൗബ ചെയ്യൽ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്ന് പറയുന്നത്. അതെന്താണ് അങ്ങനെ? ഒരു കൊലപാതകം വൻപാപമായിരിക്കും, അതിന് തൗബ ചെയ്യാനല്ലേ അദ്ദേഹത്തോട് ആദ്യം പറയേണ്ടത്? ഉമ്മ ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണല്ലോ തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതെന്താണ് അങ്ങനെ? അതൊരു സംശയം കൂടിയിരുന്നിട്ടുണ്ടായി. ഈ പറഞ്ഞയാളാണെങ്കിലും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാരുടെ നേതാവാണ്, സഹാബാക്കളിൽ പ്രമുഖനാണ്. പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതിൽ തെറ്റുണ്ടാകൂല, പറഞ്ഞ ആള് നല്ല ആള് തന്നെയാണ്. ആ കൂട്ടത്തിൽ ഒരാള് പുറകെ ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങളെന്താണ് അങ്ങനെ പറഞ്ഞത്? ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണല്ലോ തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഉമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തൗബ ചെയ്യണ്ടേ? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലാ അഅലമു അമലൻ അഹബ്ബ ഇലല്ലാഹി മിൻ ബിറിൽ വാലിദൈൻ. ഒരു മനുഷ്യന് ഭൂമിലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല അമല് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം അതാണ്. അപ്പൊ ആ മനുഷ്യൻ ചെയ്തത് വലിയൊരു തെറ്റാണ്, 7 വൻപാപങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് പാപം പൊറുപ്പിക്കാൻ ഉമ്മ മതിയായിരുന്നു, പ്രത്യേകിച്ച് തൗബയുടെ ആവശ്യമില്ല. ഉമ്മയ്ക്ക് ചെയ്യുന്ന നന്മയിലൂടെ ഈ പാപം സ്വയമേ പൊറുപ്പിക്കപ്പെടുമായിരുന്നു. ഉമ്മ ഇല്ലാതായപ്പോൾ പിന്നെ അങ്ങനെ ഒരു അവസരമില്ല, പിന്നെ തൗബ ചെയ്യാനേ വഴിയുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സഹോദരങ്ങൾ, നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശം, നമ്മുടെ ഉമ്മ, മാതാപിതാക്കൾ രണ്ടുപേരും, പ്രത്യേകിച്ച് ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഒരു തൗബ പോലും ആവശ്യമില്ല. അവർക്ക് ചെയ്യുന്ന നന്മയിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ. ഉമ്മ മരിച്ചു പോയാലും പ്രത്യക്ഷത്തിൽ ആ ഒരു വാതിൽ അടഞ്ഞുവെങ്കിൽ പോലും മരണശേഷം ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സദഖ ചെയ്യുക, പ്രത്യേകിച്ച് ജാരിയായ സദഖ. സഅദ് റളിയല്ലാഹു അൻഹു വന്നു നബിയോട് ചോദിച്ചു, ഉമ്മ മരിച്ചുപോയി, ഞാൻ സദഖ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും വേണം. എന്ത് സദഖ ചെയ്യേണ്ടത്? ഒരു കിണറിൽ ഒഴിച്ചിട്ട് ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കുക, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി. അത് നിന്റെ ഉമ്മയുടെ ഖബറിലേക്ക്
ജാരിയായി ഒരു സദഖയായിട്ട് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉമ്മമാർ നമ്മുടെ സൗഭാഗ്യമാണ്. മരണശേഷവും അവരെ നമ്മൾ മറക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം അവരിലൂടെയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.